ഇത്ര കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും എന്തിന് ഓടിയതും വെറുതെ ആയല്ലോ എന്നോർത്ത് ഇനിയും കരഞ്ഞിരിക്കേണ്ടി വരില്ല. അർത്ഥം, നീ കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും വെറുതെ ആയെന്ന് പറയുവാൻ, നീ പറയുവാനും നിന്നെ അറിയുന്നവർ പറയുവാനും ഇട വരത്തില്ല. ഞാൻ രതീഷ്, നിങ്ങളയക്കുന്ന പ്രേഷർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. 5 വർഷങ്ങൾക്ക് മുമ്പ് ജോലി നഷ്ടപ്പെട്ടൊരു സഹോദരൻ പ്രേഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു. പ്രേഷർ ഫാമിലിയുടെ പ്രാർത്ഥന ആ സമയങ്ങളിൽ ഒപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും ജോലി കിട്ടിയ കാര്യമാണ് പറയുവാൻ പോകുന്നതില്ല. ജോലി കിട്ടിയില്ല. പക്ഷേ ആ സഹോദരൻ ഒരു ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ഈ ആട്ടിയ മാവാട്ടി പല സ്ഥലങ്ങളിൽ കടകളിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ബിസിനസ് ചെറുതായിട്ട് തൻ്റെ വീട്ടിൻ്റെ പുറകിലെ ചായ്പിൽ ആരംഭിച്ചു. അപ്പോൾ തനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി, തനിക്കൊപ്പം നിൽക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ഒരു സ്നേഹിതനെ കൂടെ അദ്ദേഹം ക്ഷണിച്ചു. തുടർന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ദിവസങ്ങൾ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, കണ്ണൂരുള്ള അവരോടൊപ്പം എങ്ങനെയാണ് ഞങ്ങൾ ഉപവസിച്ചത്, ഞങ്ങൾ അങ്ങോട്ട് പോയി അവരിങ്ങോട്ട് വന്നോ? അല്ല, പ്രേഷർ ഫാമിലിക്കൊപ്പമുള്ളവർക്ക് അറിയാമല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ അങ്ങനെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് അവരുടെ ബിസിനസ് വർദ്ധിച്ചു. 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അവർ ആ വീട്ടിൻ്റെ ചായ്പിൽ നിന്ന് മറ്റൊരു സ്ഥലം അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നു. അവിടെ ഒരു വലിയ ഷെഡ് കെട്ടുന്നു. ഹെവി ഡ്യൂട്ടി ഗ്രൈൻഡറൊക്കെ വാങ്ങി വയ്ക്കുന്നു. സ്റ്റാഫിനെയൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ പതുപോലെ നമ്മുടെ സഹോദരൻ ഫീൽഡിൽ ഓടി നടക്കുന്നു, കഷ്ടപ്പെടുന്നു. മറ്റു കാര്യങ്ങളൊക്കെ കൂടെയുള്ള പാർട്ട്ണർ ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം പതുപോലെ, അല്ലേ, അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ കണക്കുകളെ ചൊല്ലി തർക്കങ്ങളുണ്ടായി. ഈ സഹോദരൻ പെട്ടെന്ന് പുറത്താക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഞെട്ടിപ്പോയി. ഞാനുണ്ടാക്കി എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്തായി? കാരണം ഇവർ അടുത്ത് വാടകയ്ക്ക് ആ ബിൽഡിംഗ് എടുത്ത സമയത്ത് അദ്ദേഹമാണത് വാടകയ്ക്ക് എടുത്തത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് എടുത്തത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പേരിലാണ് എടുത്തത്. സാധനങ്ങളൊക്കെ വാങ്ങിയതില്ല അവിടെയാണ്. അപ്പോൾ വളരെ സങ്കടത്തോടെ അദ്ദേഹം പുറത്തിറങ്ങി. വഴക്കൂടാനൊന്നും വയ്യ, വളരെ നിരാശയോടെ, ഒത്തിരി സങ്കടമൊക്കെ പറഞ്ഞു. എന്നാൽ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഉപവാസമൊക്കെ ക്രമീകരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞങ്ങളും ഒത്തിരി സങ്കടപ്പെട്ടു. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരനോട് സംസാരിക്കുവാൻ തന്ന വചനമാണ്, വേദഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഞാൻ പറഞ്ഞു, ബ്രദർ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു രഹോബോത്ത് ഒരുക്കിയിട്ടുണ്ട്. തളർന്നിരുന്ന അദ്ദേഹം ആ വാക്കിന് പിൻപിൽ ശക്തി പ്രാപിച്ച് പിന്നെയും തൻ്റെ ആ വീട്ടിൻ്റെ ചായ്പിൽ ഒറ്റയ്ക്ക് ആ സംരംഭം വീണ്ടും തുടങ്ങി. ആദ്യമോ കുറച്ച് പാടായിരുന്നു, എങ്കിലും തൻ്റെ കഷ്ടപ്പാടിനും കഠിനാധ്വാനത്തിന് ദൈവം പ്രതിഫലം നൽകി. തൻ്റെ കൂട്ടുകാരൻ തന്നെ പുറത്താക്കിയിടത്ത് ഇന്നുള്ളതിലും അധികം സെയിൽസും സ്റ്റാഫും ബിസിനസ്സുമായി കണ്ണൂർ വളരെ പ്രാദേശികമായി വളരെ അറിയപ്പെടുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ കർത്താവ് അവസരം നൽകി. ഓടിച്ചവരുടെ മുൻപിൽ ഓടിക്കപ്പെട്ട സ്ഥാനത്ത് പ്രാർത്ഥിച്ചവനെ, ഉപവസിച്ചവനെ ദൈവം ഉയർത്തി. അഥവാ ദൈവം അവനൊരു രഹബോത്ത് ഒരുക്കി. പ്രിയ ബ്രദർ, സിസ്റ്റർ, പറ്റിക്കപ്പെട്ടവനായി, ചതിക്കപ്പെട്ടവനായി, ഒഴിവാക്കപ്പെട്ടവനായി അവിടെ നിനക്കൊരു രഹബോത്ത് എൻ്റെ ദൈവം ഒരുക്കുന്നുണ്ട്. നോക്കൂ, ഇസഹാക്ക് 2 തവണ ഓടിക്കപ്പെട്ടു. ഇസഹാക്ക് കുഴിച്ചു, ഫെലിസ്തീയർ മണ്ണിട്ട് നികത്തി. ഇസഹാക്ക് കുഴിച്ചു, ഫെലിസ്തീയർ കവർന്നെടുത്തു. മടുത്തു പോകാതെ പിന്നെയും കുഴിച്ചു. അവിടെ ദൈവം അവരെ വർദ്ധിപ്പിച്ചു. നീ ഓടിക്കപ്പെട്ട് നിരാശയോടെ ഭാരത്തോടെ ചെന്ന് കയറിയ അവിടെ ആ തൊഴിലിടത്തിൽ എൻ്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ബ്രദർ. കഴിഞ്ഞ നാളുകളിൽ നീ ചതിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാലും ഞാനിങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ എന്ന് സ്വയം ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിന്നെ കളിയാക്കുന്നുണ്ട്. കേൾക്ക്,
അവരുടെ മുൻപിൽ എൻ്റെ ദൈവം ഒരു രഹബോത്ത് ഒരുക്കിയും നിന്നെ അവിടെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. പ്രിയ സിസ്റ്ററെ, ആ വീട്ടിൽ എൻ്റെ ദൈവം നിനക്കൊരു രഹബോത്ത് ഒരുക്കുവാൻ പോകുന്നു. ഇനിയും ഓടി ഒളിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും കരഞ്ഞ് ജീവിതം പഴിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ കയ്യിലുള്ള വിലയേറിയത് ഇനിയും കവർന്നെടുക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ബ്രദർ, സിസ്റ്റർ, കേൾക്ക്. നിങ്ങളുടെ ഇന്നലെ അധ്വാന ഫലത്തെ കവർന്നെടുത്തു. സൂത്രത്തിൽ പലതും പറഞ്ഞ് കഷ്ടപ്പാടും പങ്കപ്പാടും പറഞ്ഞ് കൂടെ കൂടി. സഹോദരി, അതല്ലേ ആ രാജ്യത്ത് നീയും നിൻ്റെ ഭർത്താവും കഷ്ടപ്പെടുന്നത്? അതിൻ്റെ മക്കൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട നന്മകളെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കവർന്നെടുക്കുന്ന അതേ ആ വഴി പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ മധ്യത്തിൽ അടയുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഉപവസിക്കുവാൻ റെഡിയാണോ? അവർ ചിരിക്കുന്നുണ്ട്. അതങ്ങനെയാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നു, അവർ അനുഭവിക്കുന്നു. നമ്മേ പറയുമ്പോൾ നിങ്ങൾ അവിടെ സുഖിച്ച് ജീവിക്കുക. അയ്യോ, ആ രാജ്യത്തെത്തിയല്ലോ. പക്ഷേ നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം ആരാ അനുഭവിക്കുന്നത്? അവരാ യഥാർത്ഥത്തിൽ സുഖിച്ച് ജീവിക്കുന്നത്. നഷ്ടപ്പെട്ടവളായിത്തീർന്ന നിന്നെ എൻ്റെ ദൈവം വർദ്ധിപ്പിക്കുവാൻ പോകുക. കവരപ്പെട്ട നിനക്ക് എൻ്റെ ദൈവം ഒരു രഹബോത്ത് ഒരുക്കുവാൻ പോകുക. മക്കളെ, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് പലരും കവർന്നു. നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം, നിങ്ങൾക്ക് അർഹതപ്പെട്ട പൊസിഷൻ, അതെ, അതിന് പകരം ദൈവം ഒരു രഹബോത്ത്, വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു രഹബോത്ത് അവിടെ ആ രാജ്യത്ത് നീ ചെന്നെത്തിയ സ്ഥാനത്ത് എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, കൂടെ കൂടിയവർ മുഖാന്തരം ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നം അനുഭവിക്കുന്ന ഒരു സഹോദരൻ, സഹോദരി, കേൾക്ക്. പ്രിയ ബ്രദർ, സിസ്റ്റർ, അവിടെ എൻ്റെ ദൈവം നിനക്കൊരു രഹബോത്ത്, സ്തോത്രം, ഇനി വഴക്കുണ്ടാകാത്തൊരു രഹബോത്ത് എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. ആ സ്ഥലത്ത് നിൻ്റെ ശുശ്രൂഷയിൽ ഒരു രഹബോത്ത് എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. നിനക്ക് അർഹതപ്പെട്ടത് കവർന്നെടുത്താൽ. നോക്കൂ, ഇവിടെ അബ്രഹാമിൻ്റെ അപ്പൻ്റെ കാലത്ത് അബ്രഹാം കുഴിച്ച, ഇസഹാക്കിൻ്റെ അപ്പൻ്റെ കാലത്ത്, അതായത് അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം കുഴിച്ച കിണറാണ്, അബ്രഹാമിൻ്റെ കിണറാണ്. അതിനെയാണ് ശത്രുക്കൾ മണ്ണിട്ട് നികത്തുകയും അവിടെ നിന്ന് നാട്ടി ഓടിക്കുകയും ചെയ്തത്. പക്ഷേ ഇസഹാക്ക് തളരുന്നില്ല. ആമേൻ. അയ്യോ പാസ്റ്റർ, 2 തവണ എന്നെ അവർ ചതിച്ചു, പലതവണ എന്നെ അവർ പറ്റിച്ചു, ഇനി വയ്യ. നോ, നീ കേൾക്ക്. ഇസഹാക്കിനൊരു കാര്യം അറിയാം. തൻ്റെ അപ്പൻ കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കും കിണർ കുഴിക്കുവാൻ കഴിയും. ആമേൻ. അത് അപ്പൻ കുഴിച്ച കിണർ റീഓപ്പൺ ചെയ്യുവാൻ മാത്രമല്ല, പുതിയത് ചെയ്യുവാനും. പുതിയത് ചിലത് ചെയ്യുവാനും നിനക്ക് പറ്റും. ബ്രദർ, പുതിയ ജോലി, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപ. പുതിയ വീട്, ആ നഷ്ടപ്പെട്ട വീടിനേക്കാൾ മനോഹരമായ, അവ കവർന്നെടുത്ത വീടിനേക്കാൾ മനോഹരമായ ഭവനം എൻ്റെ കർത്താവ് തന്ന്, ആ നഷ്ടപ്പെട്ടു പോയ വിവാഹത്തെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്ഡ് ആയിട്ടുള്ള മാരേജ് എൻ്റെ ദൈവം നിൻ്റെ മകൾക്ക് തരുവാൻ പോകുക. പൂട്ടിപ്പോയ ബിസിനസ്സിനേക്കാൾ, സ്ഥാപനത്തെക്കാൾ, അതിൽ നല്ല സ്ഥലത്ത്, അതിൽ നല്ല പൊസിഷനിൽ പേരുള്ള ബിസിനസ്സിനെ തന്ന് എൻ്റെ ദൈവം അനുഗ്രഹിക്കുവാൻ പോവുക. ആമേൻ, സ്തോത്രം. അവർ വിചാരിച്ചപ്പോൾ പഠനം മതിയാക്കി പെങ്കൊച്ച് വന്ന് വീട്ടിനകത്തിരിക്കുന്നു, പരാജയപ്പെട്ടു. നോ, രഹബോത്ത്, രഹബോത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒരു രഹബോത്ത്, നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു രഹബോത്ത് ദൈവം ഒരുക്കുവാൻ പോകുന്നു. റെഡിയാണോ? പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് അവിടെ വർദ്ധിക്കുവാൻ, അവിടെ ഇനിയും പ്രാപിക്കുവാൻ, അവിടെ ഇനിയും തലനിവർത്തി നിൽക്കുവാൻ പറ്റിച്ചവരെയും ഓടിച്ചവരെയും ഒഴിവാക്കിയവരുടെ മുൻപിൽ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതുമൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് സ്വയം പറഞ്ഞവരുടെ മുമ്പിൽ തലനിവർന്ന് നിന്ന് വർദ്ധിക്കുവാൻ റെഡിയാണോ? കോൺടാക്ട് ചെയ്തോ. ഈ വിഷയത്തിന് വേണ്ടി നമുക്കൊരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അതിനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും വചന ശുശ്രൂഷയുണ്ട്. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. ശ്രദ്ധിക്കുക, നിങ്ങൾ വരുന്നവർ ഓർക്കുക, വിളിച്ച് കൺഫേം ചെയ്തിട്ട് വേണം കടന്നു വരാൻ. ഈ ചില പ്രത്യേക വിഭാഗക്കാരെ കുറ്റം പറയുന്നതായിട്ട് തോന്നരുത്. ഞങ്ങളവിടെ ചർച്ചിൽ വരുന്ന ചിലരെ
ആരാധനയ്ക്കുള്ള സമയം കഴിഞ്ഞ് 3 മണിക്കൂറൊക്കെ അവിടെയും ഇവിടെയായിട്ട് ചുറ്റിച്ചിട്ടാണ് പലരും കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് അതൊരു വരുമാനത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷേ നിങ്ങൾ വ്യക്തമായിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കുക. ചോദിച്ചാൽ നമ്മൾ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരും, ഡീറ്റെയിലും പറഞ്ഞു തരും. ഓർക്കുക, തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളയാണി കാർഷിക കോളേജ്. അതുപോലെ വേറൊരു സംഭവം തിരുവനന്തപുരം ജില്ലയിലില്ല. വെള്ളയാണി കാർഷിക കോളേജിന് അതിന് സമീപമുള്ള കാക്കാമൂല, അവിടെ കാക്കാമൂല ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ അവിടെ വെച്ചാണ് മീറ്റിംഗ്. വ്യക്തമായി മനസ്സിലാക്കി കടന്നു വരിക. വെറുതെ ഒരു ദിവസവും കളയരുത്, നിങ്ങളുടെ പൈസയും കളയരുത്. ശ്രദ്ധിക്കുക. എന്നാൽ കണ്ടടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയം ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവർ പ്രാപിച്ച പലയിടങ്ങളിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെട്ടവരായി, ഒഴിവാക്കപ്പെട്ടവരായി വേദനയോടെ ആയിരിക്കുന്ന ഇവരുടെ കണ്ണുനീരിന് സ്വർഗ്ഗമങ്ങ് അറുതി വരുത്തണമേ. ഇവർക്ക് വേണ്ടി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് സ്വർഗ്ഗം ഒരുക്കി നൽകി മാനിക്കണമേ കർത്താവേ. ഇവർക്ക് വിരോധമായി എഴുന്നേറ്റ ദുഷ്ടമനുഷ്യരുടെ മധ്യേ സ്വർഗ്ഗം ഇവരെ മാനിക്കണമേ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ജോലിയില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി ഇവരെ മാനിക്കണമേ, തലനിവർത്തുമാറാക്കണമേ. രോഗികളെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ. എല്ലാ ബാധ്യതകളും കടഭാരങ്ങളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ, വാതിലുകൾ തുറന്നു വരട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. യേശോപ്പാ, അങ്ങ് ഇവരെ മാനിക്കണമേ കർത്താവേ. തലമുറകൾ അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിവാഹങ്ങൾ മുടങ്ങിയായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കട്ടെ. ബിസിനസ് മേഖലയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ സ്വർഗ്ഗം ഇവർക്ക് വേണ്ടി വഴി തുറക്കണമേ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തത് മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നാളെ ദൈവമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.